അവഞ്ചേഴ്സ് ഏജ് ഓഫ് അൾട്രോണിൽ വിഷൻ ജനിച്ച ഉടൻ തന്നെ അവഞ്ചേഴ്സിനോടൊപ്പം ജോയിൻ ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. വിഷൻ തോറിന്റെ വെപ്പണായ മ്യോൾനിയർ പൊക്കുന്നു, അവഞ്ചേഴ്സിന്റെ വിശ്വാസം നേടിയെടുക്കുന്നു. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ വിഷൻ ബോൺ ചെയ്യുന്നതും അവഞ്ചേഴ്സിനോടൊപ്പം ജോയിൻ ചെയ്യുന്നതുമൊക്കെ വളരെ വ്യത്യസ്തമായിട്ടായിരുന്നു മാർവൽ സ്റ്റുഡിയോസ് ആദ്യം ചിത്രീകരിച്ചത്. പക്ഷെ ഫൈനൽ കട്ട് വന്നപ്പോൾ അതെല്ലാം ഡിലീറ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. അതായത് വിഷൻ ജനിച്ച ഉടൻ തന്നെ അവഞ്ചേഴ്സിനോടൊപ്പം ജോയിൻ ചെയ്യുന്നത് അത്ര എളുപ്പത്തിലും കാമായിട്ടുമല്ലായിരുന്നു. വിഷൻ ബോൺ ആയ ഉടൻ തന്നെ അദ്ദേഹം തോറിനോട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. മൈൻഡ് സ്റ്റോൺ ഉപയോഗിച്ച് വിഷൻ തോറിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. മാത്രമല്ല തോർ മ്യോൾനിയർ ഉപയോഗിച്ചും വിഷനെ ആക്രമിക്കുന്നുണ്ട്. ഹൾക്ക് വേഴ്സസ് ഹൾക്ക് ബസ്റ്റർ, അൾട്രോൺ വേഴ്സസ് ക്യാപ്റ്റൻ അമേരിക്ക, ഈ പോരാട്ടങ്ങളൊക്കെ അവഞ്ചേഴ്സ് ഏജ് ഓഫ് അൾട്രോണിൽ നമ്മൾ കണ്ട് ആസ്വദിച്ചതാണ്. എന്നാലും തോറും വിഷനും തമ്മിലുള്ള ആ ഒരു പോരാട്ടം എന്തുകൊണ്ടാണ് മാർവൽ സ്റ്റുഡിയോസ് ഫൈനൽ കട്ടിൽ നിന്ന് ഡിലീറ്റ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല.